ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു അടയുടെ റെസിപ്പിയുമായിട്ടാട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് ചുട്ടെടുത്ത ഒരടയാണ്. എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. ഞാൻ ഉണ്ടാക്കുന്നത് ഒന്ന് കണ്ടു നോക്കിയിട്ടാന്നാലോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക. ഇങ്ങനത്തെ അട നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. പിന്നെ അരിപ്പൊടി, ഒരു 1.5 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഏലക്കായപ്പൊടി ഇട്ടാൽ തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഏലക്കായപ്പൊടി ഇട്ട് കൊടുത്ത് പഞ്ചസാര ഇട്ട് കൊടുക്കട്ടെ. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മധുരത്തിനനുസരിച്ച് നമുക്ക് എത്രയും മധുരം വേണ്ടി വെച്ചാൽ 4 ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. 4 5 ഒക്കെ ഇട്ട് കൊടുക്കുക. ഏറൊന്നുമില്ല, നേരി മധുരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ അടയിൽ ഇതിൻ്റെ മധുരവും ഒക്കെ കൂടി ചെല്ലുമ്പോൾ നല്ലൊരു ടേസ്റ്റാണല്ലോ അല്ലേ, കഴിച്ചവർക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇത് നന്നായി കൈയായിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് പൊടി കുഴച്ചെടുക്കാം കേട്ടോ. പൊടിയിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചവെള്ളം ഇട്ട് തന്നെ കേട്ടോ കുഴച്ചെടുക്കുന്നത്, ചുടുവെള്ളമൊന്നുമല്ല. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുത്തതാണ് കേട്ടോ. അങ്ങനെ നല്ല കുഴച്ചെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് എത്ര പാകത്തിനുള്ള വലുപ്പത്തിൽ ഉരുളകളാക്കി എടുക്കാം കേട്ടോ. ഞാൻ ഇതായിട്ട് ഒരു 6 എണ്ണമാണ് ഉണ്ടാക്കുന്നത്. ഇത് കുറച്ച് കട്ടിയിൽ വേണമല്ലോ, കട്ടി കുറച്ചിട്ടല്ലല്ലോ. കട്ടിയിലാകുമ്പോഴാണ് നമുക്ക് ആ ചുട്ടെടുത്ത അടക്ക് നല്ലൊരു ടേസ്റ്റ്. കട്ടി കുറഞ്ഞതാകുമ്പോൾ നമുക്കൊരു ഡബ്ബർ പോലെ വലിയ കടിച്ചാൽ കിട്ടാത്ത മാതിരി ഉണ്ടാവും. അങ്ങനെ കടിച്ചാൽ കിട്ടുന്ന രീതിയിൽ കുറച്ച് കട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാനൊരു 6 ഉരുള പാകത്തിനാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ വാഴയിലൊക്കെ കഴുകിയെടുത്ത് വെച്ചിരുന്നു കേട്ടോ. ഇനി അത് ഇട്ടെടുത്ത് നമുക്ക് കൈയായിട്ട് പരത്തിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതൊക്കെ കൊണ്ട് ഒരുക്കി വെച്ച് വാഴയിലൊക്കെ കഴുകി വെച്ച് നമ്മൾ എന്ത് പണിയെടുക്കുകയാണെങ്കിലും നമ്മൾ ആദ്യം അതിനുള്ള മുൻകൂട്ടി അതിൻ്റെയൊക്കെ ഓരോ കാര്യങ്ങളാണ്ട് ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കുന്ന പണിക്ക് മടിയും ഉണ്ടാവില്ല, വേഗത്തിൽ കഴിയുകയും ചെയ്യും. മറ്റേത് പണി അല്ലാതായിട്ടല്ല, എന്നാലും നമ്മളാണ്ട് ഒരുക്കി വെച്ച വാഴയിലൊക്കെ ആദ്യം കഴുകി വെച്ച് ഇപ്പോൾ അതുപോലെ തേങ്ങയൊക്കെ ചിരവി വെച്ചിരുന്നത് അപ്പോൾ പരത്തിയെടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഒക്കെ പരത്തിയെടുത്ത് കഴിഞ്ഞ് ഇനി ഇതിലേക്കൊക്കെ ഇനി തേങ്ങ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. ഇത് ഇങ്ങനെ നമ്മൾ കനലടുപ്പിൽ അങ്ങനെ ചുട്ട് എടുക്കുക. പത്തിരി ചട്ടി, നമ്മളെ മണ്ണിൻ്റെ ചട്ടി ഉണ്ടല്ലോ, അതിൽ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ചൂടിൽ ആ പഞ്ചസാരയൊക്കെ കുറച്ച് അധികമൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. ഞാൻ പഞ്ചസാര അധികം ഇട്ടിട്ടില്ല. അതിൻ്റെ ആ പഞ്ചസാരയൊക്കെ അതിൽക്കുണ്ട്, ആ ചുട്ടിട്ട് ഇങ്ങനെ അലിഞ്ഞ് വരുമ്പോൾ നല്ലൊരു പഞ്ചസാര ഉരുകുന്നൊരു വാസന, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിലിട്ടിട്ടുണ്ട് പഞ്ചസാര, എന്നാലും കുറച്ചും കൂടിയൊക്കെ ഇടണമെങ്കിൽ ഇടാം. അപ്പോൾ ഞാൻ എല്ലാവർക്കും അധികം മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറേശ്ശെ ഇട്ടിട്ടുള്ളൂ. ഇനി ഇതതുപോലെയാണ് മടക്കിയെടുക്കുക കേട്ടോ. നടുകൊണ്ട് മടക്കിയിട്ട് ഇതാ ഞാൻ ഇങ്ങനെ കൈയായിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്ത് എന്നിട്ട് പിന്നെ ഞാൻ വാഴയില ഒന്നുകൊണ്ട് വെട്ടിയെടുക്കാണ്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ കഴിഞ്ഞ് ഒന്നും കൂടി ഒന്ന് കൈയായിട്ട് ഒന്നും കൂടി കൊണ്ട് അമർത്തി കൊടുത്താൽ മതി കേട്ടോ വക്കൊക്കെ. ഇനി ഇതുപോലെ എല്ലാതും അങ്ങനെ ആക്കിയെടുക്കണം. പിന്നെ നമ്മൾ അട രാഗിപ്പൊടി ആയിട്ട് ഉണ്ടാക്കും, അതും ഇങ്ങനെ ചുട്ടെടുത്താൽ ടേസ്റ്റ് ആട്ടോ. പിന്നെ ഗോതമ്പ് പൊടി ആയിട്ട് എല്ലാതായിട്ടും ഉണ്ടാക്കുമല്ലോ അല്ലേ. അപ്പം ഇങ്ങനെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ചെറുതിലേ നമ്മളൊക്കെ ആദ്യമൊക്കെ ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് വൈകിട്ട് ഉമ്മമാർ ചായക്ക് ഉണ്ടാക്കി തന്നിരുന്ന ഒരു പലഹാരമാണ് അതൊക്കെ. അപ്പോൾ അതൊന്നും നമ്മളെ നാവിൻ തുമ്പൊന്നും പോകില്ല ഇതിൻ്റെ ടേസ്റ്റൊന്നും. അപ്പോൾ ഇതട്ടാ ഞാനൊരു ചട്ടിയൊക്കെ അടുപ്പത്ത് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കട്ടെ. ഈ 2 എണ്ണ ഇട്ടിട്ടാണ് ചുട്ടെടുക്കുന്നത്. പിന്നെ നല്ല തീ ആളി കത്തിയെടുത്ത് കേട്ടോ. വേവും വേണം, കരിയും ചെയ്യരുത്. എന്നിട്ട് ചട്ടകം കൊണ്ട് മറിച്ചിടാൻ. അപ്പോൾ ഒന്ന് കണ്ട് നല്ല അങ്ങോട്ട് ചൂടായതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ആദ്യം തന്നെ തോനെ നേരിട്ട് ആ ഇല അങ്ങോട്ട് കരിയും ആദ്യം തന്നെ. അപ്പോൾ കുറച്ചും കണ്ട് ആയതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചും 2 3 4 പ്രാവശ്യം പിന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ കണ്ട നല്ല പോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി പിന്നെ ചിലപ്പോൾ ഈ നടുഭാഗം ഉണ്ടല്ലോ, അത് വേവാൻ മറ്റേതിൻ്റെ മാതിരി തന്നെ. അപ്പോൾ ലേശം നേരം ഇങ്ങനെ പിടിച്ച് വെച്ചാൽ ആ ഭാഗത്തേക്കും നല്ല തീ വരുമ്പോൾ ഈ അടിഭാഗം അങ്ങനെ വേവ് കൂട്ടുക. അങ്ങനെ എല്ലാത്തിൻ്റെയും അങ്ങനെ ആക്കി കൊടുക്കുക. അപ്പം അങ്ങനെ അടക്കെ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വേണ്ട, നന്നായി വെന്തിട്ടുണ്ട്.
ഇപ്പോൾ ഇത് ഉണ്ടാക്കും. ഇങ്ങനെ അട ഉണ്ടാക്കാത്തവർ ഇപ്പോൾ ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും ഇഷ്ടമുള്ള. പക്ഷേ ചിലർക്ക് അറിയൊന്നും ഉണ്ടാവില്ല, കുട്ടികൾക്കൊന്നും. എന്നാൽ ശരി, ബൈ, അസ്സലാമു അലൈക്കും.